നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF വികസന വിരോധികളെന്ന് EP ജയരാജൻ. ഇടതുപക്ഷം അധികാരത്തിലെത്തിയപ്പോഴാണ് വികസനമുണ്ടായത്. LDF അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കണ്ണൂർ വിമാനത്താവളം പോലും യാഥാർത്ഥ്യമാവില്ലായിരുന്നുവെന്നും EP ജയരാജൻ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സുന്ദര ബസാർ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത് 8 വയസ്സു മുതൽ 80 വയസ്സുവരെയുള്ള വളണ്ടിയർമാരുടെ കൂട്ടായ്മ. ലക്ഷ്യം കൈവരിക്കാൻ പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമെന്നും ഭാരവാഹികൾ. നാളെ വിഷു അവസാനവട്ട ഒരുക്കത്തിലേക്ക് മലയാളികൾ. വിപണി കീഴടക്കി കൃഷ്ണ വിഗ്രഹവും കണിക്കൊന്ന പൂക്കളും. ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ. വാർത്തകൾ വിശദമായി. വികസന വിരോധികളാണ് UDF എന്നും നശീകരണ ചിന്ത കൊണ്ട് കണ്ണൂരിന്റെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ് നിലവിലെ MP ചെയ്തതെന്നും LDF കൺവീനർ EP ജയരാജൻ. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ജനകീയ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിന്റെ വികസനത്തിന് എന്തെങ്കിലും ഇടപെടൽ പാർലമെന്റിൽ K സുധാകരൻ MP ചെയ്തിട്ടുണ്ടോ? കണ്ണൂർ വികസനത്തിൽ വരണമെങ്കിൽ നവകേരള വികസനത്തിന് പിന്തുണ നൽകുന്ന സ്ഥാനാർത്ഥി ജയിച്ചു വരണം. കേരള വികസനത്തെ അട്ടിമറിക്കുന്നവർ വന്നാൽ അത് നടക്കില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. അതിൽ നിന്നുകൊണ്ട് കണ്ണൂരിൻ്റെ വികസനത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലൂടെ വ്യക്തമാക്കുന്നത്. ഇവിടെ കണ്ണൂർ വികസിച്ച് വളർന്നു വരണമെങ്കിൽ നവകേരള വികസനത്തിനൊപ്പം ഉയർന്നു വരുന്ന, അതിനോടൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥി വിജയിച്ചു വരണം. കേരള വികസനത്തെ ദുർബലപ്പെടുത്താൻ, കേരള വികസന നയങ്ങളെയെല്ലാം പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ അധികാരത്തിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ വികസനം മുരടിക്കും. കേരളം ഒരുപാട് വളർന്ന് വികസിച്ചു വന്നിട്ടുണ്ട്. കണ്ണൂരും കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഈ വികസനത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് വികസന സാധ്യതകൾ ശക്തിപ്പെട്ടു വരിക. ഇവിടെ നമ്മുടെ അനുഭവം എടുത്തു നോക്കിയാൽ UDF വികസന വിരോധികളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മുടെ കേരളം സാമ്പത്തികമായി വളർന്ന് വികസിച്ചു വന്നിട്ടുള്ള ഒരു നാടല്ല. പക്ഷെ കേരളത്തെ നമുക്ക് വികസിപ്പിച്ച് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ശക്തി പ്രാപിക്കാൻ കഴിയുന്ന ധനശേഷിയുള്ള നാടാക്കി മാറ്റാൻ കഴിയും. ഇന്ന് കേരളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു. അത് നമ്മുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP ഇതര ഗവൺമെൻറ്റുകളെയെല്ലാം അട്ടിമറിക്കാൻ, ആ ഗവൺമെൻറ്റുകളുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും അവർ എല്ലാ വഴികളും എടുത്ത് ഉപയോഗിക്കുകയാണ്. കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ അവർ ആ പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ വളരെ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടി, ആ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന UDF ആണ് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കുന്നത്. കേരളം സാമ്പത്തികമായി വികസിച്ച നാടല്ല, അത് വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP ഇതര ഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ 5 വർഷവും 18 UDF MPമാർ കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ല. ഒരു പദ്ധതിക്ക് വേണ്ടിയും നിലപാട് എടുത്തിട്ടുമില്ല. ദേശീയപാത വികസനത്തെ പൊളിക്കാൻ സമരം നടത്തിയവരാണ് UDF നേതാക്കൾ. കണ്ണൂർ വിമാനത്താവളം LDF വന്നില്ലായിരുന്നുവെങ്കിൽ യാഥാർത്ഥ്യമാവില്ലായിരുന്നുവെന്നും EP ജയരാജൻ പറഞ്ഞു. ഏത് വികസന കാര്യമെടുത്താലും UDFന്റെ സമീപനം ഇതാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ വികസനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDF അധികാരത്തിൽ വന്നാൽ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുക. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായത് പിണറായി സർക്കാർ കാലത്താണ്. ഗെയിൽ പദ്ധതി 3 വർഷത്തിനകം കമ്മീഷൻ ചെയ്യാനാകുമെന്നും EP പറഞ്ഞു. ന്യായമായി കിട്ടേണ്ട കേന്ദ്രവിഹിതം തടയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ UDF തയ്യാറാവുകയോ കേരളത്തിന്റെ കുതിപ്പിനെ തടയുന്ന BJP നിലപാടിനൊപ്പമല്ലേ UDF നിന്നത് എന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. CP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. N ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, ജില്ലാ സെക്രട്ടറി TV രാജേഷ്, P ശിവദാസൻ MP, P പ്രശാന്ത്, KP സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു.
കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ കുടുംബം രംഗത്ത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ താൽപര്യം കാരണം നിരപരാധികളെ പ്രതികളാക്കിയെന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഡിജിപിക്കും കമ്മീഷണർക്കും ഇക്കാര്യം ആവശ്യപ്പെട്ട് പരാതി നൽകും. ബോംബ് നിർമ്മാണം പോലെയുള്ള കുറ്റം ആര് ചെയ്താലും തെറ്റാണെന്നും പാനൂർ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ച് പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെയെന്നും LDF കൺവീനർ EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിലെ ബോംബേർ ആദ്യമായിട്ടല്ലെന്നും തന്നെയും ഇതിനു മുമ്പ് 3 പ്രാവശ്യം ബോംബെറിഞ്ഞ സ്ഥലമാണ് പാനൂർ കൈവേലിക്കൽ എന്നും RSSും കോൺഗ്രസും ബോംബുണ്ടാക്കുന്ന പ്രദേശമാണ് ഇതെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. പ്രതികളായാലും അറസ്റ്റ് ചെയ്യണ്ടേ? ആര് കുറ്റം ചെയ്താലും തെറ്റാണ്. പോലീസ് സത്യസന്ധമായി നീതിപൂർവമായി നടപടി സ്വീകരിക്കും. പിന്നെ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം ഇപ്പോൾ ആദ്യത്തതാ. എന്നെ 3 പ്രാവശ്യം ബോംബ് എറിഞ്ഞല്ലോ പാനൂരിൽ. എൻ്റെ എറിഞ്ഞിരുന്നു 3 ഒരു പ്രാവശ്യമല്ല. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഒരു കുഞ്ഞിക്കണ്ണൻ കൊല ചെയ്യപ്പെട്ടു, RSSകാർ കൊല ചെയ്തു കൈവേലിക്കൽ. അവിടെ പോയി വരുമ്പോൾ 3 ആംഗിളിൽ നിന്നിട്ടാണ്, അത് ഒരു റോഡിൻ്റെ ആംഗിളിൽ നിന്ന് ആദ്യം ബോംബ് എറിഞ്ഞു. തിരിച്ച് മറ്റൊരു ടേണിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് വേറൊരു സെറ്റ് ബോംബ് എറിഞ്ഞു. അവിടുന്ന് റോഡിലേക്ക് വരുമ്പോൾ വേറൊരു സെറ്റ് ബോംബ് എറിഞ്ഞു. 3 പ്രാവശ്യം ഒരു യാത്രയിൽ ബോംബ് എറിഞ്ഞു. പിന്നെ ഞാൻ ഒരു ദിവസം അവിടെ നമ്മുടെ രക്തസാക്ഷി ദിനം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബോംബ് എറിഞ്ഞു. അന്നാണ് നമ്മുടെ കാറിൻ്റെ ഡോറ് തകർന്നു പോയത്. അതാണ് പാനൂരിൽ BJP RSSകാർ നേരത്തെ തന്നെ ബോംബ് നിർമ്മിക്കുന്നൊരു പ്രദേശമാണത്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു, ശരിയാണ്. തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തു നിന്നായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്താൽ ആര് തെറ്റ് ചെയ്താലും തെറ്റാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പക്ഷേ ഇതൊരു എന്തോ ഒരു CPMകാർ ചെയ്ത പോലെ എന്ന് വരുത്തി തീർക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ. 2011 നാദാപുരം തരിക്കാട്ടേരി ബോംബ് സ്ഫോടനം നടന്നില്ലേ? 5 മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സ്ഫോടനത്തിൽ മരിച്ചത്. 2013 വീണ്ടും ബോംബ് പൊട്ടിയവിടെ 8 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 4 പേര് ഇന്ന് ജീവച്ചവകളായി ജീവിക്കുന്നുണ്ട്, കണ്ണില്ല, കാലില്ല, കൈയില്ലാത്തവരായിട്ട്. മൊകേരി വള്ളിയായിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടി കോൺഗ്രസ്സുകാരൻ മരിച്ചില്ലേ? നമ്മുടെ പയ്യന്നൂർ ആലക്കാട് അവിടെ 2 കൈയില്ലാത്ത ഒരാളുണ്ടത്, BJPയുടെ അവിടുത്തെ നേതാവാണ്, പ്രാദേശിക നേതാവ്, ബോംബ് പൊട്ടി മരിച്ച ബോംബ് നിർമ്മിക്കുമ്പോൾ. ഇവിടെ തന്നെ പാനൂർ 2 ബോംബുണ്ടാക്കിയിട്ട് ബോംബ് മാറ്റുമ്പോൾ ബോംബ് സ്ഫോടനം നടന്നു, 2 പേര് മരിച്ചില്ലേ? RSSകാർ ബോംബ് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ബോംബ് പൊട്ടി 2 പേര് മരിച്ചില്ലേ? ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇല്ലായ്മ ചെയ്യാൻ പോലീസ് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചിലതൊക്കെ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി കാണണം. ഇവിടെ ആര് തെറ്റായ നിലപാട് സ്വീകരിച്ചാലും ആ തെറ്റായി കണ്ട് നിയമ നടപടികൾ സ്വീകരിച്ച് പോകുന്ന ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയും ഇടതുപക്ഷവുമാണുള്ളത്. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് അംബേദ്കർ പുസ്തക പരിചയവും പുരസ്കാര സമർപ്പണവും നടന്നു. താവക്കര ഗവൺമെന്റ് UP സ്കൂളിൽ കവയിത്രി ഡോക്ടർ ഷൈനി മീര ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൽ ഒന്നാമതാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിന ആഘോഷ ചടങ്ങ്. അതിനോടൊപ്പം തന്നെ വിഷു ആഘോഷവും, അതിലേറെ ആ വിഷുവിന് നമ്മൾ കൊടുക്കുന്ന അതായത് നമ്മൾ വിഷുവിന് എല്ലാവരും വീട്ടിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കുമ്പോൾ പുറത്തുള്ള മനുഷ്യർക്ക്, വിശന്നു കിടക്കുന്ന മനുഷ്യരെ അല്ലെങ്കിൽ വിശപ്പറിയുന്നവരെ മനസ്സിലാക്കി അവരെ ആ വിഷു സദ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം എന്ന് ആഗ്രഹിച്ച് ആ രീതിയിലുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നാളെ വിഷുവാണ്. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ ഈ ഒരു സൽക്കർമ്മം പറയാതിരിക്കാൻ കഴിയുകയില്ല. അതായത് സാറിന് എനിക്ക് ഒരു 5-6 വർഷത്തോളമായി അറിയാം. എപ്പോഴും സാറ് സ്വന്തം കാര്യങ്ങൾക്കല്ല സാർ മുൻതൂക്കം കൊടുക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും ആലംബഹീനരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും രാംദാസ് കവികളുന്ന ആ ഒരു മഹാവ്യക്തിത്വം എപ്പോഴും സന്നദ്ധ.
സുലൈമാൻ പഴയങ്ങാടി അധ്യക്ഷത വഹിച്ചു. രാംദാസ് കതിരൂർ ആമുഖ ഭാഷണം നടത്തി. വി മണികണ്ഠൻ മാസ്റ്റർ, സ്വാമി സുഖാകാശ സരസ്വതി, ഷൈജ കൊടുവള്ളി, സഞ്ജന രാജീവ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണ വിതരണവും നടന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF വികസന വിരോധികളെന്ന് EP ജയരാജൻ. ഇടതുപക്ഷം അധികാരത്തിലെത്തിയപ്പോഴാണ് വികസനമുണ്ടായത്. LDF അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കണ്ണൂർ വിമാനത്താവളം പോലും യാഥാർത്ഥ്യമാവില്ലായിരുന്നുവെന്നും EP ജയരാജൻ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സുന്ദര ബസാർ. ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത് 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള വോളണ്ടിയർമാരുടെ കൂട്ടായ്മ. ലക്ഷ്യം കൈവരിക്കാൻ പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമെന്നും ഭാരവാഹികൾ. നാളെ വിഷു അവസാനവട്ട ഒരുക്കത്തിലേക്ക് മലയാളികൾ. വിപണി കീഴടക്കി കൃഷ്ണ വിഗ്രഹവും കണിക്കൊന്ന പൂക്കളും. ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. M സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഹാപ്പിനെസ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ സുന്ദര ബസാർ എന്ന ലക്ഷ്യം മുൻനിർത്തി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യമുയർത്തി ഏച്ചൂർ ബസാറിൽ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. ഇതിനായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 മണിയോടെ വോളണ്ടിയർമാർ ശുചീകരണ പ്രവൃത്തി തുടങ്ങും. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള വോളണ്ടിയർമാർ ഈ ഉദ്യമത്തിൽ പങ്കാളികളാണ്. ഇനിയും നമുക്ക് നിരവധി സ്വപ്നങ്ങൾ ഉണ്ട്. അതിനാവശ്യമായ സ്പോൺസർമാരെ സുന്ദരമായ ഒരു കുളത്തിൻ്റെ പ്രവർത്തനം, അതേപോലെ തന്നെ മുഴുവൻ ചെടികൾക്കും നനയ്ക്കുന്നതിന് വെള്ളം നൽകുന്നതിനുള്ള ടാങ്ക് ഒക്കെ സംവിധാനം ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബദൽ ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്കിനെ ഉപേക്ഷിക്കാൻ ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനാവശ്യമായ
തുണിസഞ്ചികൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടുത്ത ആഴ്ച നടക്കും. മുഴുവൻ കടകളിലും ശുചിത്വ സന്ദേശ സ്റ്റിക്കറുകൾ വെക്കുന്നതിന് വേണ്ടി ആവശ്യമായ സ്പോൺസർമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളും അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കും. ഈ ഓരോ ചെടികളും നമ്മുടെ ഓരോ കടക്കാർ മുന്നിൽ വെച്ച ആളുകൾ തന്നെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും നമുക്കിനിയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ചെറിയ വിദ്യാർത്ഥികളുടെയും ഒക്കെ പങ്കാളിത്തം ഇനിയും നമുക്ക് ആവശ്യമാണ് എന്നാണ് പറയാനുള്ളത്. റോഡിലും പരിസരങ്ങളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. ബസാറിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ബസ് ഷെൽട്ടറുകൾ, നടപ്പാതകൾ, അലങ്കാര വിളക്കുകൾ, പൂന്തോട്ടങ്ങൾ, കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. വ്യാപാരികളും വിവിധ സ്ഥാപനങ്ങളും സ്പോൺസർ ചെയ്താണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഏച്ചൂർ ബസാറിലുള്ള കുളം നവീകരണം ലക്ഷ്യവുമുണ്ട്. ഇന്ന് പ്രതിവാര ശുചീകരണത്തിന്റെ 13ാം വാരം 15-16 വാർഡുകൾ ചേർന്നാണ് ശുചീകരിക്കുന്നത്. ശുചിത്വ സുന്ദര ബസാർ എന്ന ലക്ഷ്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും ശീലങ്ങൾ മാറുകയും ചെയ്യണമെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഏച്ചൂർ ശുചിത്വ സുന്ദര ബസാർ ജോയിന്റ് കൺവീനർ പട്ടൻ ഭാസ്കരൻ, കൺവീനർ പി രവീന്ദ്രൻ എന്നിവർ പറഞ്ഞു. ഇപ്പോൾ 20ഓളം വോളണ്ടിയർമാർ സജീവ പ്രവർത്തകരായി ഉണ്ട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവം ഇന്നു മുതൽ 20 വരെ നടക്കും. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തിരുവത്താഴത്തിന് അരിയളവ് ഇന്നലെ വൈകിട്ട് ക്ഷേത്രം മേൽശാന്തി കാര ഭട്ടതിരിയില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകിട്ട് 6-ന് ഉത്സവം പുറത്തെഴുന്നള്ളിക്കും. 20-ന് കളത്തിലരിയും പാട്ടോടുകൂടി ചടങ്ങ് സമാപിക്കും. ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകിട്ട് 6-ന് ഉത്സവം പുറത്തെഴുന്നള്ളിക്കും. രാത്രി 8-ന് മഠത്തിൽ അരയാക്കലേക്ക് ഉത്സവം എഴുന്നള്ളിക്കും. 10-ന് തിടമ്പ് നൃത്തം. നാളെ രാവിലെ 4:39 മുതൽ 5:12 വരെ വിഷുക്കണി ദർശനം. രാത്രി 9-ന് ഉത്സവം എഴുന്നള്ളിപ്പ് ചുണ്ട പ്രായങ്ങോട് ശിവക്ഷേത്രത്തിലേക്ക്. രാത്രി 1-ന് ചന്തം, 2-ന് തിടമ്പ് നൃത്തം. 15-ന് 8-ന് ചെറുകുന്ന് ദേശവാസികളുടെ കാഴ്ചവരവ് ആചാരവേടി. ഉത്സവം എഴുന്നള്ളിപ്പ് കണ്ണപുരം മാറ്റാങ്കിലിലേക്ക് നടക്കും. 16-ന് 8-ന് കണ്ണപുരം ദേശവാസികളുടെ കാഴ്ചവരവ് ആചാരവേടി. കവണിശ്ശേരിയിലേക്ക് ഉത്സവം എഴുന്നള്ളിപ്പ്. 17-ന് 8-ന് ഇരിണാവ് ദേശവാസികളുടെ കാഴ്ചവരവ് ആചാരവേടി. രാത്രി 3-ന് തിടമ്പ് നൃത്തം. 18-ന് 9-ന് 1000 തെങ്ങ് മുങ്ങത്തേക്ക് ഉത്സവം എഴുന്നള്ളിപ്പ്. 19-ന് 8-ന് പറശ്ശിനിക്കടവ് മടപ്പുരവക കാഴ്ചവരവ് ആചാരവേടി. തുടർന്ന് ഉത്സവം എഴുന്നള്ളിപ്പ് പാപ്പിനിശ്ശേരിയിലേക്ക്. രാത്രി 2-ന് ചന്തം. 20-ന് പുലർച്ചെ 4-ന് ചിറപ്രദക്ഷിണം, തിടമ്പ് നൃത്തം. വെടിക്കോട്ടയിൽ എഴുന്നള്ളിപ്പും ആചാരവേടിയും നടക്കും. 6-ന് അകത്തെഴുന്നള്ളിപ്പ്. രാത്രി 10-ന് കളത്തിലരിയും പാട്ടും. ചടങ്ങോടെ ഉത്സവം സമാപിക്കും. എല്ലാ ദിവസവും രാവിലെ 10:30 മുതൽ 12:30 വരെ മംഗള ഇസേഗ PR ഗണേഷ് ആൻഡ് പാർട്ടി നടത്തുന്ന നാഗസ്വര കച്ചേരി, 2 മുതൽ 3 വരെ ഡോക്ടർ കലാമണ്ഡലം കനകകുമാർ തൃശൂർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, 3:30 മുതൽ 5:30 വരെ ചെറുകുന്ന് ആസ്തികാലയം ക്ഷേത്ര കലാകേന്ദ്രം പഞ്ചവാദ്യ സംഘത്തിന്റെ തായമ്പക, കേളി, കൊമ്പുപറ്റ് എന്നിവ നടക്കും. ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ പ്രായോഗികമായ സത്യവാങ്മൂലം തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ സമർപ്പിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഉത്സവ പരിപാടികൾ ആചാരപരമായി നടത്തുകയും ആനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. മലയോര മേഖലകളിൽ 1.5 വർഷമായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ ഉള്ളത്. UDF MPമാർ വന്യജീവി ആക്രമണത്തിനെതിരെ പാർലമെന്റിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി പോലും സംസ്ഥാന സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തിയതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനകൾ ഇടയുകയും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ആനപ്രേമികളുടെ വിവിധ സംഘടനകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ആ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും അത് സംബന്ധിച്ച് കൊടുത്ത നിർദ്ദേശങ്ങളുടെ പകർപ്പ് ഹാജരാക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ആ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു അഫിഡവിറ്റും
നിർദ്ദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലെ നിബന്ധനകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ആക്ഷേപമുണ്ടായിട്ടുള്ളത്. അതിന് ഉദാഹരണത്തിന് ഒരാനയും മറ്റൊരാനയും തമ്മിലുള്ള അകലം 50 മീറ്റർ വേണമെന്നാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം പോലുള്ള ഉത്സവങ്ങൾക്ക് അത് പ്രായോഗികമല്ല. 1-2 ആനകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്സവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രായോഗിക. അതുകൊണ്ട് ഒരു പുതിയ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ പുതുക്കിയ അഫിഡവിറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമായ കാര്യങ്ങൾ അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ വിവിധ ദേവസ്വം ബോർഡുകൾ കാണിച്ചിട്ട് ഉത്കണ്ഠയുണ്ട്, പൊതുസമൂഹം കാണിച്ചിട്ട് ഉത്കണ്ഠയുണ്ട്. ഇന്നലെ തന്നെ എന്നോട് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഉത്സവ പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടത്തുന്നതിനും എന്നാൽ വന്യമൃഗങ്ങളെ നാട്ടാനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നാട്ടാനകളുടെ സുരക്ഷിതത്വം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടക്കേണ്ടതുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വിഷുവിന്റെ അവസാനവട്ട ഒരുക്കത്തിലേക്ക് കടന്ന് മലയാളികൾ. കണിക്ക് മാറ്റുകൂട്ടുവാൻ പുതിയ കൃഷ്ണവിഗ്രഹങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് ഏവരും. ഒപ്പം വിപണി കീഴടക്കി തുണി കൊണ്ട് തീർത്ത കൊന്നപ്പവും ലഭ്യമാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആഘോഷങ്ങൾക്കായി കേരളീയർ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷു കണിയൊരുക്കാനും വിഷു കൈനീട്ടം വാങ്ങാനും തിടുക്കമായി ഏവർക്കും. സുഖത്തിന്റെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെ വരവിനെയാണ് പുതുദിനാരംഭത്തിലെ കണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങും കൊന്നമരങ്ങൾ പൂത്തുനിൽക്കുന്ന കാഴ്ചയാണ്. പടക്കങ്ങളുടെ ശബ്ദവും വിഷുവിന് വൻ വരവേൽപ്പാണ് നാടും നഗരവും നൽകുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇതിലെങ്ങനെ വിഷു വിപണിയൊക്കെ കച്ചവടമൊക്കെ വന്നോ? സാധാരണ രീതിയിൽ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പം ചൂട് അതിനൊരു പ്രത്യേകമായ ഒരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഈ 2 ദിവസമായിട്ട് കുഴപ്പമില്ല, മാർക്കറ്റ് ഒന്ന് അപ്പായിട്ട് വരുന്നുണ്ട്. ഇന്നലെ മുതൽ ആൾ ഇറങ്ങി തുടങ്ങി. സാധാരണ ഈ അവസാന 2 ദിവസമാണ് നല്ലൊരു ബിസിനസ് ഉണ്ടാകുന്നത്. അതെ അതെ. പിന്നെ ഇവിടെ ഈ കൃഷ്ണ വിഗ്രഹത്തിനൊക്കെ എങ്ങനെയൊക്കെ വില വരും? കൃഷ്ണൻ്റെ സ്റ്റാർട്ടിങ് 150 രൂപ മുതൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. 150 രൂപേൻ്റെ ഏതാണ്? 150 രൂപ എന്ന് പറയുന്നത് ഈ ഒരു മോഡലിന് വരുന്നത് 150 രൂപ ആണ് വരുന്നത്. 150 രൂപ ഉണ്ട്. പിന്നെ ഫൈബർ മോഡലുണ്ട്. ഫൈബറിൻ്റെ ഇത് ഫൈബർ മോഡലാണ്. പിന്നെ പോളി മാർബിൾ, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ ഫൈബർ മിക്സ്, പൾപ്പ്, അങ്ങനെ 5-6 ഐറ്റമിൽ മെറ്റീരിയലായിട്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഓരോ പല ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്രാവശ്യത്തെ ഇതിപ്പം കഴിഞ്ഞ കൊല്ലം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തൊരു സംഭവമാണ്. ഇപ്രാവശ്യവും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കഴിഞ്ഞ വിപണി അനുസരിച്ചിട്ട് ഇപ്രാവശ്യം പ്രൈസിങ് കുറവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 50 രൂപ 60 രൂപക്കെല്ലാം ഒരു തണ്ട് കൊടുത്തത്. ഇപ്രാവശ്യം 35-40 രൂപ മാർക്കറ്റിൽ വില കുറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. അതെ അതെ. ഓക്കെ, എന്തായാലും വിഷു നമുക്ക് അടിപൊളിയാക്കാം. അടിപൊളിച്ചിരിക്കും, അടിച്ചു പൊളിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. വിളവെടുപ്പ് ഉത്സവം എന്ന് പേരുള്ളതുകൊണ്ട് തന്നെ കാർഷിക വിളകളാണ് കണിക്ക് പ്രധാനം. പച്ചക്കറികൾക്കും മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കും വില കുതിച്ചുയർന്നാലും കണിവയ്ക്കാൻ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് ജനങ്ങൾ. ഇത്തവണയും വിഷുവിന് മാറ്റുകൂട്ടുവാൻ വിവിധ തരത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് ഉള്ളത്. പണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിലായിരുന്നു വിഗ്രഹങ്ങൾ തീർത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് പോളി മാർബിൾ, കോപ്പർ കൂട്ട്, ഫൈബർ തുടങ്ങിയവയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഫൈബറിനാണ് വില കൂടുതൽ. 650 രൂപ കൊടുക്കണം ഒരു വിഗ്രഹം ലഭിക്കണമെങ്കിൽ. 250 രൂപ മുതൽ പേപ്പർ പൾപ്പ് വിഗ്രഹങ്ങളും ലഭിക്കും. മഞ്ഞത്തുണി കൊണ്ടുണ്ടാക്കിയ കൊന്നപ്പൂവും ആകർഷകമായ ഒന്നു തന്നെയാണ്. ഇതിന്റെ വില ഒരു തണ്ടിന് 40 രൂപയാണ് ഈടാക്കുന്നത്. വാൽക്കണ്ണാടി, മയിൽപീലി, ശ്രീകൃഷ്ണന് ചാർത്തുന്ന ഉടയാട, ഉറി ഇവയൊക്കെയാണ് കണി കാണുന്ന നേരത്ത് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കണി കളർഫുള്ളാക്കാൻ വേണ്ടതൊക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ.
KVR കുടുംബത്തിൽ നിന്നും പുതിയൊരു അതിഥി കൂടി. KVR ചേതകിന്റെ ഉദ്ഘാടനം JMD സുജിത് റാം പാറയിൽ നിർവഹിച്ചു. നമ്മുടെ കണ്ണൂരിൽ മാത്രമല്ല കാസർഗോഡ്, അതുപോലെ തന്നെ കാലിക്കറ്റ്, അതുപോലെ വയനാട്, അതുപോലെ മലപ്പുറം, പാലക്കാട്, അതുപോലെ നമ്മുടെ കൊച്ചിയിൽ ഈ സ്ഥലത്തൊക്കെ 1800-2000 ആളുകൾ ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 47 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന നമുക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊരു 10-100 ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുക എന്നുള്ള വലിയൊരു ആഗ്രഹമായിട്ടുണ്ടായിരുന്നു. വ്യക്തമായും അത് നമുക്ക് സാധിച്ചു എന്ന് മാത്രമല്ല 1800-2000 ആൾക്കാരിൽ അവരെ ചുറ്റിപ്പറ്റി അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നത് വളരെ സന്തോഷമേറിയ ഒരു കാര്യമാണ്. വ്യക്തമായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന്റെയും സഹകരണത്തോടുകൂടി ഇനിയും വലിയ നമുക്ക് വേദങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് വരുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാനെല്ലാം ഒന്ന് സംസാരിക്കുന്നത് ഇതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ശുദ്ധിക്കായാലും ശുദ്ധിയായാലും സംഗീതം അതുപോലെ തന്നെ ഇവരാണ് സംസാരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ. ഇവിടുത്തെ ഉന്നതമായ പലരും വളരെ സംസാരിക്കുകയാണ്. ഈ സംസാരത്തെ വിളിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവരോടും കൂടി നമ്മൾ നന്ദി പറയുന്നത് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് നടക്കാം. താങ്ക് യു.
KVR ഗ്രൂപ്പിനെ കുറിച്ച് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ദിവസമാണ് ഇന്നത്തേത്. KVR ഗ്രൂപ്പിൽ ഇന്ന് നമ്മൾ KVR ചേതക് എന്നുള്ളൊരു ബ്രാൻഡ് കൂടി ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോർത്ത് കേരളയിൽ KVR ഗ്രൂപ്പ് വാഹന വിപണന മേഖലയിൽ വളരെയേറെ പ്രാധാന്യം കൊടുത്തൊരു മേഖലയാണ്. അപ്പോൾ അതിൽ തന്നെ നോർത്ത് കേരളയിൽ കാസർഗോഡ് മുതൽ പാലക്കാട് മലപ്പുറം വരെ 4 വീലർ 2 വീലർ അതുപോലെ 3 വീലറിൻ്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ KVRന് ഇന്ന് വളരെ സന്തോഷമുള്ള കാര്യം ചേതക് EV ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷനാണ് ഇന്ന് കണ്ണൂർ ചെയ്തിരിക്കുന്നത്. ചേതകിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഓൾറെഡി കാലിക്കറ്റിൽ നമ്മളൊരു 6 മാസം മുന്നേ ഇനോഗ്രേഷൻ നടത്തിയായിരുന്നു. അതിന് നല്ലൊരു അക്സെപ്റ്റൻസ് ആണ് നമ്മൾ കോഴിക്കോട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിലും കണ്ണൂർ ജനതകൾക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് മുതൽ കണ്ണൂരിൽ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു സർവീസും നല്ലൊരു പ്രൊഡക്റ്റ് ഇതും കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്നെയാണ് KVR ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നതും അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും. തീർച്ചയായിട്ടും ചേതകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഹമാര ബജാജ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് പഴയ കാലങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഏവരുടെയും മനസ്സിൽ വളരെയേറെ വന്ന് പതിയുന്നൊരു ബ്രാൻഡാണ് ഹമാര ബജാജ് എന്നുള്ളത്. ആ ഒരു ബജാജിൽ തന്നെയാണ് അതേ പഴയ ബ്രാൻഡ് നെയിമിലാണ് ചേതക് എന്നുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് EV എന്നുള്ള പ്രൊഡക്റ്റിലേക്ക് ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡ് നെയിം തന്നെ അതുപോലെ തന്നെ ആ ബ്രാൻഡ് നെയിമിൻ്റെ അതുപോലെ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റിലേക്കാണ് ബജാജ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബജാജ് ചേതകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 117 ഏകദേശം 120-125 കിലോമീറ്റർ റേഞ്ച് വരെ കിട്ടുന്ന രണ്ട് രീതിയിലുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉള്ളത്. ഒന്ന് അർബൈൻ അതുപോലെ പ്രീമിയം, 2 പ്രൊഡക്റ്റാണ് ഇതിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ കമ്പനി ഈ മാസം അവസാനം തന്നെ ഒരു ലോ റേഞ്ചിൽ ഒരു പ്രൊഡക്റ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ബജാജ് തീർച്ചയായിട്ടും ചേതകിൽ നല്ലൊരു ഫ്യൂച്ചർ ബജാജ് കാണുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് സൈനാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ണൂരിലെ ജനതകൾക്ക് EV ഇലക്ട്രിക് യുഗം നല്ലൊരു രീതി തന്നെ മാറ്റിയെടുക്കാൻ KVR ഗ്രൂപ്പ് സഹായിക്കും. അതിനുവേണ്ട എല്ലാ സർവീസുകളും നല്ല രീതിയിലുള്ള സർവീസുകളും KVR ഗ്രൂപ്പ് സന്നദ്ധരാണ് ചെയ്തു കൊടുക്കാനും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഇന്നത്തെ ദിവസത്തോടുകൂടി കണ്ണൂരിലെ ഇലക്ട്രിക് യുഗത്തിലേക്ക് KVRന് കാലുവെക്കാൻ പറ്റിയ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി, ഫിയസ്റ്റ, ബിഗ് സെയിൽ കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. അടൂർപാലം സ്വദേശി അനിൽകുമാറിന് റെഫ്രിജറേറ്റർ സമ്മാനമായി ലഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിദാണ് കൂപ്പൺ നറുക്കെടുത്തത്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഓരോ കുടുംബങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുന്ന ഒരു പരിപാടിയാണ് ഈ സമ്മാനങ്ങൾ. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് അവർ ചെയ്തിരുന്നത്. ഈ വർഷം അതിലും ഗംഭീരമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന സ്ഥാപനമാണ്. വീടുകളിലെ എത്തിയിട്ടുള്ള പൊതുപരിപാടികളുള്ള കസ്റ്റമറുകൾ അതുപോലെ സ്റ്റാഫും എല്ലാവർക്കും ഈ കഴിഞ്ഞ റംസാൻ ഒരു വിഷുവിന് എല്ലാവിധ ആശംസ വ്യാപാരി. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് നിരവധി ഓഫറുകളോടെയാണ് ഈ സീസണെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞത്. വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി, ഫിയസ്റ്റ, ബിഗ് സെയിൽ എന്ന പേരിലുള്ള വസ്ത്രവിസ്മയം മാർച്ച് 16-നാണ് ഇമ്മാനുവൽ സിൽക്സിൽ എല്ലാ ഷോറൂമുകളിലും തുടക്കമായത്. ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നത്. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകിയത്. എല്ലാ ഷോറൂമിലും പ്രത്യേകം നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകി വന്നു. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭ്യമാണ്. ഹാർമണി ഫിയസ്റ്റയുടെ നറുക്കെടുപ്പും സമ്മാനദാനവും വ്യാപാര വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പുനത്തിൽ ബാഷിദാണ് നിർവഹിച്ചത്. 12/4/24 നറുക്കെടുത്ത കൂപ്പണിലെ വിജയി അനിൽകുമാർ അടൂർപാലമാണ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ, വെള്ളി 91 രൂപ. കാലാവസ്ഥ.
സംസ്ഥാനത്ത് താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഈ മാസം 16 വരെയാണ് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ഇടുക്കിയിലും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില 35 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കടുത്ത ചൂട് തുടരും. ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പും അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചിരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലടക്കം മഴ ലഭിച്ചിരുന്നു. കൊല്ലം ജില്ലയിലെ മേഖലയിലും മഴ ലഭിച്ചിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF വികസന വിരോധികളെന്ന് EP ജയരാജൻ. ഇടതുപക്ഷം അധികാരത്തിലെത്തിയപ്പോഴാണ് വികസനമുണ്ടായത്. LDF അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കണ്ണൂർ വിമാനത്താവളം പോലും യാഥാർത്ഥ്യമാവില്ലായിരുന്നുവെന്നും EP ജയരാജൻ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സുന്ദര ബസാർ. ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത് 8 വയസ്സു മുതൽ 80 വയസ്സുവരെയുള്ള വളണ്ടിയർമാരുടെ കൂട്ടായ്മ. ലക്ഷ്യം കൈവരിക്കാൻ പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമെന്നും ഭാരവാഹികൾ. നാളെ വിഷു. അവസാനവട്ട ഒരുക്കത്തിലേക്ക് മലയാളികൾ. വിപണി കീഴടക്കി കൃഷ്ണ വിഗ്രഹവും കണിക്കൊന്ന പൂക്കളും. ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി. എല്ലാ സിറ്റി ചാനൽ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. നമസ്കാരം.